സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടാണെങ്കിൽ ഇതിവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ ഞങ്ങൾ വിജയിയായി തിരഞ്ഞെടുക്കാറുണ്ട്. അതിലൊരു പക്ഷേ നിങ്ങളായിരിക്കാം അടുത്ത വിജയി. എന്തായാലും നമുക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ മറ്റെല്ലാ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ബാക്ക് ടു ബാക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. 22,215 ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഓൾ ടൈം ഹൈ. അതുകൂടാതെ കഴിഞ്ഞ 6 ദിവസം ബാക്ക് ടു ബാക്ക് 6 ദിവസം നിഫ്റ്റി ഒരു ഹയർ ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻസെക്സും ഇതിൻ്റെ പുറകെ പായുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയുടെ അത്രയും സ്പീഡിൽ കയറി വരാൻ സാധിക്കുന്നില്ല. ഇതുവരെയും ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി NBCC എന്നുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്. 369 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് കൺഫേമായി കിട്ടിയിട്ടുണ്ട്. NIT സിക്കിമിൽ നിന്നാണ് ആ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. സി ലിമിറ്റഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്തായാലും നല്ലൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. കാരണം സോണി ആയിട്ടുള്ള ആ ഒരു ഡീല്, $10 ബില്യൺ ആ ഒരു ഡീല് വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാൻ സി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സി ലിമിറ്റഡ് ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു റൂമർ വന്ന ഉടനെ തന്നെ സ്റ്റോക്ക് 6% ഇന്ന് കയറിപ്പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം വരും ദിവസങ്ങളിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഇന്നത്തേക്ക് ഞാൻ അത്രയും വാർത്തകളാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇപ്പോൾ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോ ജോൺസ് 150 പോയിന്റ് റെഡിലാണ്. അതേപോലെ നെസ്ഡാക്ക് 130 പോയിന്റ് റെഡിലാണ്. S&P 500 23 പോയിന്റ് റെഡിലാണ്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. FTSE 9 പോയിന്റ് ഗ്രീനിലാണ്. അതേസമയം CSE 18 പോയിന്റ് ഗ്രീനിലാണ്. എന്നാൽ DAX 28 പോയിന്റ് റെഡിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാറ്റയുടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ലൈവ് മാർക്കറ്റ് ഡാറ്റയായിട്ട്. റെക്കോർഡിങ്ങിൻ്റെ ഒരു ഡിലേ അവിടെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 48 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 22,283 ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടക്കുന്നത്. ജപ്പാൻ്റെ നിക്കി ആണെങ്കിൽ 106 പോയിന്റ് റെഡിലാണ്. അതേസമയത്ത് ചൈനയുടെ ഹാങ്സങ് 91 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം 48 പോയിന്റ് റെഡിലാണ് അത് ഗ്രീനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 23 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 170 പോയിന്റിൻ്റെ അഥവാ 0.77% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,099 നിന്നും 97 പോയിന്റ് ലാഭത്തിൽ 22,197 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 75 പോയിന്റ് മുകളിലാണ്. മിനിഞ്ഞാന്നത്തെ ക്ലോസിംഗിൽ നിന്ന് 156 പോയിന്റ്. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളിൽ 22 നഷ്ടത്തിലും 28 ലാഭത്തിലുമാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയാൻ പറ്റുന്ന സ്റ്റോക്കുകൾ പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, NTPC ഈ 4 സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ ഒരു നല്ല മുന്നേറ്റത്തിന് കാരണമായത്. അതേസമയത്ത് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ പുറകോട്ട് വലിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു എന്ന് പറയാം. നിഫ്റ്റി ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 396 പോയിന്റിൻ്റെ ഒരു ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ഗെയിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മാസം ഫെബ്രുവരി മാസത്തിൽ 416 പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് അടക്കം കൂട്ടുമ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിക്സ് 16.07 ഇന്ന് അവസാനിച്ചിരുന്നത്. 3.31% ഒരു ഗ്രോത്താണ് വിക്സിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് ബുള്ളിഷ് ആയിട്ട് അല്ലെങ്കിൽ മുകളിലോട്ടാണ് കയറി നിൽക്കുന്നത്. 5 ദിവസത്തേക്കാളും മുകളിലാണ് വിക്സ് കയറി നിൽക്കുന്നത്. വിക്സ് വളരെയധികം കൂടുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിരിക്കില്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ CPR വിർജിൻ ആണോ ക്രോസ്ഡ് ആണോ നോക്കണം എന്നുള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ CPR ക്രോസിങ് നടന്നിട്ടുണ്ട്. സോ നോർമലി വിർജിൻ CPR ആ ട്രെൻഡ്, പവർഫുൾ ട്രെൻഡ് ഉണ്ടാകുമ്പോഴാണ് വിർജിൻ CPR കൂടുതലായിട്ടും കിട്ടാറുള്ളത്. എന്തായാലും ഇത്രയൊക്കെയാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ പറയാനുള്ളത്. ഇനി മറ്റ് സെക്ടറൽ ഇൻഡെക്സുകളും അതുപോലെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 90 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 769 പോയിന്റ് 1.66% ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടി.
649 പോയിന്റ് ലാഭത്തിൽ 47,094 ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് 31 പോയിന്റിന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 336 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെന്റ് ഉണ്ടായി. 283 പോയിന്റ് ഇൻട്രാഡേ ലാഭത്തിൽ 20,801 ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സിലും അതേപോലെ 19 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയ മൂവ്മെന്റ് ഇല്ല. 621 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ്. അതേപോലെ ഇന്ന് ഓപ്പൺ ആയിട്ട് നിന്ന് 329 പോയിന്റ് ലാഭത്തിൽ 73,057 സെൻസെക്സ് അവസാനിച്ചത്. മിഡ് ക്യാപ്പ് ഇന്ന് 38 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 78 പോയിന്റിന്റെ മാത്രം ഒരു ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 10,953 നിന്ന് 2 പോയിന്റ് നഷ്ടത്തിൽ 10,981 ഇന്ന് മിഡ് ക്യാപ്പ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മിഡ് ക്യാപ്പ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് തന്നെയാണ്. അതിൽ ചെറിയ ഒരു പീക്കിലെത്തി 11,000 എന്നൊരു ലെവലിലെടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $77.8 കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തത്. $2,030 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 82.97 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14,870 കോടിയുടെ ബൈങ്ങും 16,206 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,335 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 16,665 കോടിയുടെ ബൈങ്ങും 9,173 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,491 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 155 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,007 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,337 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. മൊത്തത്തിലൊരു മന്ത്ലി പെർഫോമൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3,329 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു സമ്മിശ്ര പ്രതികരണം. നിഫ്റ്റി മീഡിയ ഇന്ന് 2.27% പ്രോഫിറ്റ് ഉണ്ടാക്കി. FMCG, ഫാർമ, മെറ്റൽ, ഓട്ടോ, IT, PSU ബാങ്ക് ഈ സെക്ടറുകളെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.11% സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി ബീസ് 0.09% പ്രോഫിറ്റാണ്. ഗോൾഡ് ബീസ്, ഫാർമ ബീസ്, IT ബീസ്, ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ പവർ ഗ്രിഡ് ഇന്ന് 4.36% ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയ ഫെഡറൽ ബാങ്ക് 5% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ജൂബിലന്റ് ഫുഡ്സ്, NTPC, കൊട്ടാക് ബാങ്ക്, ഹിന്ദ് പെട്രോ, SBI ലൈഫ്, ആസ്റ്റർ DM, BPCL, SBI കാർഡ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ ഫെഡറൽ ബാങ്ക്, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, ചോല ഫിനാൻസ്, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ്, TCS, സിപ്ല, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, മുത്തൂറ്റ് ഫിനാൻസ്, കോൺകർ, PFC ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഇനി NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,029 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,144 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.24 ആയി വന്നിട്ടുണ്ട്. സൂപ്പർ ബുള്ളിഷാണ്. കഴിഞ്ഞ 4 ദിവസം, ഇന്ന് 5ാമത്തെ ദിവസമാണ് ഇതൊരു ബുള്ളിഷ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 22,197 സ്പോട്ട് അവസാനിച്ചപ്പോൾ 33 പോയിന്റ് മുകളിലായിട്ട് 22,230 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൂപ്പർ ബുള്ളിഷായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് 22,500 81 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് 22,000 1,30,00,000 പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ റൈറ്റേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.45 ഇത് 4 ദിവസമായിട്ട് 5ാമത്തെ ദിവസമാണ് ഇന്ന് സൂപ്പർ ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 47,094 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 131 പോയിന്റ് മുകളിലായിട്ട് 47,225 ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 48,000 46 ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹയസ്റ്റ് കോള് റൈറ്റ് ചെയ്തിരിക്കുന്നത് 48,000 അതേസമയത്ത് 46,500 44 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം ഇതൊരു എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നാളെ റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പെന്നി സ്റ്റോക്കുകളാണ്. അർഷിയ ലിമിറ്റഡ്, VJTF, എഡ്യൂ സർവീസസ്, മഞ്ചീര കൺസ്ട്രക്ഷൻ, മാർബിൾ സിറ്റി ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ. ഇത് വലിയ മേജർ സ്റ്റോക്കുകളൊന്നുമല്ല. ഈ VJTF മാത്രം ഒരു 100 രൂപയിൽ മുകളിൽ പ്രൈസുള്ള, ബാക്കിയെല്ലാം ചെറിയ സ്റ്റോക്കുകളാണ്. ഇനി നാളെ വരാനുള്ള വേൾഡ് വൈഡ് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ട്രേഡ് ബാലൻസ് നാളെയാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗ്, ജർമ്മൻ 10-year ബണ്ട് ഓപ്ഷൻ, US 20-year ബോണ്ട് ഓപ്ഷൻ,
FOMC മീറ്റിംഗ് മിനിറ്റ്സ്, വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്, ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6012 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1:1.26 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് അച്ചീവ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 1% ലോസ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 3.5% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റി സൂപ്പറായിരുന്നു. ഇന്നലെ പറഞ്ഞ അതേ സംഭവങ്ങൾ അതുപോലെ വർക്കൗട്ടായി എന്നുള്ളതാണ്. 17.5% പ്രോഫിറ്റാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 4.8% ലോസാണ്. സെൻസെക്സിൽ 1% ലോസാണ്. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് 8% ലോസാണ്. സ്റ്റോക്ക് ഓപ്ഷനിൽ നോർമലി ഞങ്ങളിത് 6% സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷനിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഈ 6% എന്ന ഒരു കട്ട് ഓഫ് റേറ്റ് നിർത്താൻ പറ്റില്ല. പലപ്പോഴും ഒന്നിച്ച് 4 മിനിമം ഒരേ സമയത്ത് 4 അതിനകത്ത് ഓപ്പൺ കോൾസ് ഉണ്ടാവും. അപ്പോൾ അത് 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും 8% വരും എന്നുള്ളതാണ് സത്യം. ഈ മാസത്തെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 22% പ്രോഫിറ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നിഫ്റ്റി ഓക്കെ സേഫാണ്, 10% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി 42% ഉണ്ട്, അത് ഓക്കെയാണ്. ഫിൻ നിഫ്റ്റി 24% ഉണ്ട്. ഇന്നത്തെ പ്രോഫിറ്റ് അടക്കം അതും സേഫാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 4.2% ലോസാണ്. ക്ലിയർലി അത് ലോസ് തന്നെ. പ്ലസ് ഇതിൻ്റെ കൂടെ ബ്രോക്കറേജ് കൂടി വരുമ്പോൾ ഒരു 6% ഒക്കെ അതാവും. സെൻസെക്സ് ഇപ്പോഴും ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ്. 630 രൂപയുടെ പ്രോഫിറ്റിലുള്ളത്. ബ്രോക്കറേജ് അതിൽ കൂടുതൽ വരും, കാരണം 39 ട്രേഡുകൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസ് ആണെങ്കിൽ 58% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും 22%, 6 ലക്ഷം രൂപയുടെ 22% പ്രോഫിറ്റ് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ മിഡ് ക്യാപ്പ് എടുത്തവർക്കും സെൻസെക്സ് എടുത്തവർക്കും മാത്രം ഒരു അല്പം നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മാസത്തെ മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് അപ്പ് പോകുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ആരോ മാർക്ക് വരച്ച് കാണിച്ചിരുന്നു. അതേ രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ യെസ്റ്റർഡേ ലോ ടച്ച് ചെയ്യാൻ നിന്നില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പൊങ്ങി നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് പ്രോപ്പർ എൻട്രി വന്നിരിക്കുന്നത്. ബ്രേക്ക് ഔട്ട് ലൈനിനെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറിയിട്ട് ഞാൻ ഇന്നലെ രണ്ട് സാധ്യതകളാണ് പറഞ്ഞത്. കാരണം ഒന്നുകിൽ റിവേഴ്സലിനുള്ള സാധ്യത ഈ മഞ്ഞ വര, അതായത് 20,713 എന്നുള്ള നാളത്തെ പ്രതീക്ഷിക്കുന്ന ഹൈ ആണ്. ചിലപ്പോൾ അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടാവും, റിവേഴ്സൽ ഉണ്ടാവും. അല്ലെങ്കിൽ 20,824 ഒരു മാക്സിമം സൈഡിൽ അവിടെ വരെ പോകുന്നത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് പോയത് 20,810 വരെ, 824 പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ 810 ഇന്ന് പോയി അവസാനിച്ചിരിക്കുന്നത്. ഡേ ഹൈ ഇന്നത്തത് ഇന്ന് 818 വരെ പോയിട്ടുണ്ട്. 824 ടച്ച് ചെയ്യാൻ ചിലപ്പോൾ എന്തായാലും വന്നിട്ടുണ്ടാവില്ല. എന്തായാലും റാസ് ലെവൽസിൻ്റെ ഒരു ആക്യുറസിയാണ് നിങ്ങളിവിടെ നോക്കി കാണേണ്ടത്. അപ്പം നമുക്ക് നാളെ എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നമുക്കൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇവിടെയുള്ള 47,000-ലാണ്. അതൊരു സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ഇവിടെ 47,500 ചെറിയ രീതിയിൽ കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അതല്ലാതെ വലിയൊരു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല കയറിപ്പോകാൻ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രൈസ് ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ നാളത്തെ റാസ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് നാളത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഇന്നത്തെ ഡേ ഹൈയിനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നു. അതേപോലെ ഡേ ലോയും ഇന്നത്തേതിനേക്കാളും മുകളിലായിരിക്കും. അത് ദാറ്റ് മീൻസ് മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ് ഇത് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. സോ മുകളിലോട്ടാണ് എന്ന കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നോ ട്രേഡ് സോണും CPR എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നോ ട്രേഡ് സോണിൻ്റെ ബ്രേക്ക് ഡൗൺ ലെവലിൽ നിന്ന് മുകളിലോട്ട് വളരെ വൈഡായിട്ടുള്ള ഒരു CPR ആണ്. ഒന്നുകിൽ ഹൈ വൊളാറ്റൈൽ മാർക്കറ്റിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൺ സൈഡായിട്ടുള്ള സ്മൂത്ത് മൂവ്മെൻറ്റ് വൺ സൈഡിലേക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ, ഇവിടെയൊക്കെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഔട്ട് ഓഫ് റേഞ്ച് പോവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് 47,480, അതായത് 47,500 താഴെയായിട്ട് നിൽക്കുകയാണെങ്കിൽ 47,500 ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ മാർക്കറ്റ് നേരെ നോ ട്രേഡ് സോണിലേക്ക് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത
നമ്മൾ കാണേണ്ടിയിരിക്കുന്നു 47,500-ൽ. സോ അതുമാത്രമാണ് ഞാനൊരു അവിടെ ഒരു എന്താ പറയുക നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം ഒരു മാർക്കറ്റ് ബുള്ളിഷായി പോവും. ഇൻ കേസ് 47,500 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഇവിടെ ഒന്നും തന്നെ മുൻവിധി ഇല്ലാതെ മാർക്കറ്റിനെ സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ഒന്ന് മാർക്കറ്റ് നാളത്തെ റേഞ്ചിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ. റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നോർമലി ഔട്ട് ഓഫ് റേഞ്ച് പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ റാസ് ലെവൽസിൻ്റെ റേഞ്ചിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമായ രീതിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 47,500-ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ നോട്ട് റേറ്റ് സോണിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട്, അതായത് 46,750 എന്നുള്ള ഒരു ലെവലിനെ ഒന്ന് ടച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ മോർണിംഗിൽ തന്നെ അതിനെ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ 46,750, 47,500, 750 പോയിൻ്റോളം റേഞ്ച് ഉണ്ട്. നോക്കാം വരും ദിവസങ്ങൾ. നാളെ ഇതെങ്ങനെ പോകും. 47,136-ലാണ് ഇന്നത്തെ ഡേ ഹൈ വന്ന് കിടക്കുന്നത്. സോ അതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളത്തെ മാർക്കറ്റ്, നാളത്തെ ലൈവ് മാർക്കറ്റ് നോക്കി കണ്ട് തന്നെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. ഇതിപ്പോൾ കുറച്ച് സെഗ്മെൻറ്റുകളിലായിട്ട് ഞാൻ ഈ അഭിപ്രായം പറയൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, കാരണം തിരക്ക് കൊണ്ട് തന്നെയാണ്. ഈ ചാനൽ ഇതുവരെയായിട്ട് 8,888 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ 593 പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത്. 21 കമൻറ്റുകൾ വന്നത്. തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച്. ട്രാവലർ മലയാളം താങ്ക് യു. ഷാജൻ പി താങ്ക് യു വെരി മച്ച്. 4 മെൻസ് 1 എക്സ്പയറി ഡേയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും എക്സ്പയറി ഡേ ലോസ് സംഭവിക്കും. തീർച്ചയായിട്ടും ബ്രദർ ചെയ്യാം. എക്സ്പയറി ഡേ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ദെൻ ബിജു ജോസഫ് പ്ലീസ് വർക്ക് ഓൺ പ്രീ മാർക്കറ്റ്. ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് പ്രീ മാർക്കറ്റ് സെഷൻ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിപൻ പ്രീ മാർക്കറ്റ് സെഷൻ വേണം. തീർച്ചയായിട്ടും റെയ്ബിൻ ക്ലമൻറ്റ് പ്രീ മാർക്കറ്റ് സെഷൻ തരുന്നത് നന്നായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഫിറോസ് ഭായ് പറഞ്ഞ റഷീദ് ഇന്ന് USA മാർക്കറ്റ് ഓഫ് അല്ല. എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഇല്ലായിരുന്നു ആ സമയത്ത്. അബ്ദുൾ റക്കീഖ് താങ്ക് യു വെരി മച്ച്. ഇത്രയും സ്റ്റോക്കുകൾ, ഇത്രയും കമൻറ്റുകളാണ് ഈ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മാക്സിമം നിങ്ങൾ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്തിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇടയ്ക്ക് കുറച്ച് ദിവസം നിന്ന് പോയി പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് നിങ്ങളോട് ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ഇനി അങ്ങനെ ഒരു ബ്രേക്ക് വരാതെ പരമാവധി ഞാൻ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ പ്രീ മാർക്കറ്റ് സെഷനും കൂടി സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ ദിവസവും. അത് കാരണം ഇപ്പോൾ തിങ്കളാഴ്ച എടുക്കുന്ന എന്താ പറയുക മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഡേ ട്രേഡുകളൊന്നും തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല. പക്ഷേ അത് ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. കാരണം വെള്ളിയാഴ്ച അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, തിങ്കളാഴ്ചത്തേക്ക് എല്ലാവരും അത് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് വരുന്ന എക്സ്പയറി ഡേയും അന്ന് വരുന്ന സ്റ്റോക്കിൻ്റെ എന്താ പറയുക റിസൾട്ട് വരുന്നതും കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ളതൊക്കെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.